എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ കറിക്കടല വെച്ചിട്ട് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ സാധാ കാണുന്ന ചേരുവകൾ മാത്രം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ചൂട് ചായയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് അളവിൽ കറിക്കടലാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ കടല എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി മതിയെങ്കിൽ ചേരുവകളൊക്കെ നമ്മൾ അതിനനുസരിച്ച് പകുതി ചേർത്ത് കൊടുത്താൽ മതി. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ കടല ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ 2 ഗ്ലാസ് കടല എടുത്താൽ മതി. ഇനി കടലക്കകത്ത് നമ്മൾ എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ കടല കറി വെക്കാൻ വേണ്ടിയിട്ടൊന്ന് കുതിർത്തിട്ട് എടുക്കുമല്ലോ, അതുപോലെ തന്നെ കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കടലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് രാത്രി കടല വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല പോലെ തന്നെ നമുക്ക് കടലൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു 8 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് കടല കുതിർന്ന് കിട്ടും. കടല നമ്മൾ നന്നായിട്ട് തന്നെ കുതിർത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ കടല നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. ഇതുപോലെ നമ്മൾ ചെറിയ ജാറിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചിട്ടെടുത്താൽ മതി. സാധാരണ നമ്മൾ പരിപ്പോടേക്കൊക്കെ പരിപ്പൊന്ന് കറക്കിയിട്ടെടുക്കത്തില്ലേ, ഒരുപാടങ്ങ് അരിഞ്ഞു പോകാതെ ആ ഒരു പരുവത്തിന് വേണം ഇത് നമ്മളൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2-3 തവണയായിട്ടൊന്ന് കറക്കിയിട്ടെടുത്താൽ മതി. ഒരുപാട് അരിഞ്ഞു പോകരുത്, ചെറിയൊരു തരികൾ ഉണ്ടാവണം. അപ്പോൾ ഇതുണ്ടല്ലേ, ഈ ഒരു പരുവത്തിന് ചെറിയ തരികളോട് കൂടിയിട്ട് നമ്മളൊന്ന് കറക്കിയിട്ടെടുത്താൽ മതി. ഇത് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കടലയും കൊണ്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് കറക്കിയിട്ടെടുക്കാം കേട്ടോ. നമ്മൾ ഇതുപോലെ കടല അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മളിത് അരച്ചിട്ടെടുത്താൽ നമുക്കിത് കൈ കൊണ്ട് ഉരുട്ടിയിട്ടെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കടലയെല്ലാം തന്നെ ഞാൻ ഒരുപാടങ്ങ് അരിഞ്ഞു പോകാതെ ഈ ഒരു പരുവത്തിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചിട്ടോ ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഒരു 6 പച്ചമുളക് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടാം. പിന്നെ വേണ്ടത് ഇതുപോലെ 2 ചെറിയ സവാളയാണ്. നല്ല വലുതാണെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുത്താൽ മതി. ഇതുപോലെ ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 എണ്ണം എടുത്തിരിക്കുന്നത്. സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 തവണയായിട്ട് നമ്മളൊന്ന് കറക്കിയിട്ടെടുത്താൽ മതി. ഒരുപാടങ്ങ് പേസ്റ്റ് പരുവത്തിലുള്ളത് അരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതുണ്ടല്ലോ, എല്ലാം കൂടെ ഒന്ന് ഒതുങ്ങി കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നമുക്ക് ഈ ഒരു കടലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണൊക്കെ നമ്മൾ ഇതിലേക്ക് കായം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ടേസ്റ്റും. ഒരു 3 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മാവ് കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് കൈ കൊണ്ട് ഉരുട്ടിയിട്ട് നോക്കുക. ഇനി നമ്മുടെ കയ്യിൽ കുറച്ചൊന്ന് വെള്ളമേ ആക്കിയതിന് ശേഷം നമ്മൾ പരിപ്പൊടിയൊക്കെ ഷേപ്പാക്കി എടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ട് കൈ കൊണ്ട് നമുക്കൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ എല്ലാം നമുക്ക് പരിപ്പോടയുടെ ഒരു ഷേപ്പിന് ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്കിത് അപ്പം തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലാണെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും.
എണ്ണ അത്യാവശ്യം നല്ല ചൂടായതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു കടലയൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. അപ്പോൾ ഉൾവശം നല്ലപോലെ തന്നെ വേകാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കുറച്ചിട്ടിട്ട് മാത്രം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും ആ ഒരു കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്കിങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കറിയൊക്കെ വെക്കുന്ന ഈ ഒരു കടല വെച്ചിട്ടുള്ള ഈ ഒരു വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കട്ടൻ ചായക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ. ടൊമാറ്റോ കച്ചപ്പോ അല്ലെങ്കിൽ നല്ലൊരു ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഒന്നും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കടല വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും മറക്കാതെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.